ഞങ്ങൾ വാൽപ്പാറയിൽ താമസിച്ച ജംഗിൾ റിസോർട്ട് വാൽപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ടീ പ്ലാന്റേഷൻ്റെ നടുക്കുള്ള കുറച്ച് കോട്ടേജുകൾ പോലെ റൂംസാണ്. 3 റൂംസ് ഒരുമിച്ചും പിന്നെ ഒരു 2 സിംഗിൾ കോട്ടേജും ഉണ്ട്. പിന്നെ അവരുടെ വർക്കേഴ്സിന് താമസിക്കാനുള്ള ഒരു കോട്ടേജ് അല്ല, ഒരു ലൈൻ കെട്ടിടം പോലെ ഉണ്ട് കേട്ടോ. ഇത് സ്ഥലം ഒരുപാടുണ്ട് കേട്ടോ. അതായത് 4 പേർക്ക് കിടക്കാൻ പറ്റിയ ബെഡ്റൂം, പിന്നെ മേക്കപ്പ് റൂം അല്ലെങ്കിൽ ഡ്രസ് ചേഞ്ചിങ് റൂം, പിന്നെ നല്ല വിശാലമായ ബാത്റൂം. ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ബുക്ക് ചെയ്യുമ്പോൾ. അവർ റൂംസൊക്കെ കാണിച്ചത് എനിക്ക് അത്ര വിശ്വാസം പോരായിരുന്നു, പക്ഷെ ചെന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്. നല്ല കേട്ടോ. പിന്നെ ഇഡ്ഡലി, സാമ്പാർ, ചട്നി, പരിപ്പ് വട എല്ലാം ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അത് നല്ല അടിപൊളിയായിരുന്നു. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും ചട്നിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കാലത്ത് നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ അവിടുത്തെ റോസുകളുടെ കളർ ഉണ്ടല്ലോ, എനിക്ക് ഭംഗിയാണ്. എനിക്ക് റോസിന് ഒരു ഭയങ്കര ഭ്രാന്താട്ടോ. അപ്പോൾ റോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുത്തെ. പിന്നെ നമ്മൾ പൊള്ളാച്ചി 41 എയർപിന്നുള്ള പൊള്ളാച്ചി വഴിയായിട്ട് തിരിച്ചു വന്നത്. അത് സ്കൈയുടെ ഒക്കെ കളർ എന്ന് പറഞ്ഞാൽ എന്ത് രസമല്ലേ. ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2, 3, 4ാമത്തെ പ്രാവശ്യം കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ എനിക്ക് ഈ വഴിയോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല റോഡ്, അപ്പം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന റോഡാണ്. പിന്നെ ഓരോ ഹെയർ പിന്നിലും ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഏതൊക്കെ ആനിമൽസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് നിന്നൊക്കെ. അതിൽ നമ്മൾ കുറേ എണ്ണത്തിന് നേരിട്ട് രാത്രി കാണുകയും ചെയ്തു കേട്ടോ. വാൽപ്പാറ ട്രിപ്പ് ഭയങ്കര വർത്തായിട്ടൊരു ട്രിപ്പായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായി പ്രാവശ്യം. പിന്നെ അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് ഓരോ വ്യൂ പോയിന്റിലും. ഞങ്ങളും പിന്നെ ഫോട്ടോ എടുക്കാൻ പുറകിലല്ലാത്തതുകൊണ്ട് ഓരോ വ്യൂ പോയിന്റിലൊക്കെ ഇറങ്ങി ഞങ്ങളും ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. നല്ല അടിപൊളി.